ഫ്രണ്ട്സ്, വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു കാര്യം, എൻ്റെ ഡ്രസ് കളക്ഷൻസ്. ഇതിൽ ഞാൻ വെസ്റ്റേൺ ടോപ്സ്, ഗൗൺസ്, സ്കേർട്സ്, പാൻസ് ഇവയെല്ലാം കാണിക്കുന്നുണ്ട്. എൻ്റെ കളക്ഷൻസ് ഓൺലൈൻ പേജസിൽ നിന്നല്ല. അധികം പേരും അങ്ങനെയായിരിക്കും. കോവിഡ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ. ഇതൊക്കെ നേരത്തെ തന്നെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ്. ഞാൻ ഷോപ്സ്, മോൾസ് സ്ഥലത്തു നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഓർമ്മയുള്ളതിൻ്റെയൊക്കെ റേറ്റ് പറയാം, പിന്നെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിപ്പം ഒരു ടോപ്പാണ്. ഇത് വന്നിട്ട് ഫുൾ സ്ലീവാണ് ടോപ്പ്. ഇതിൽ വന്നിട്ട് ഫുൾ പ്രിൻ്റാണ്. പക്ഷെ ഇവിടെ ഒരു കെട്ടുണ്ട്. നമുക്കത് കെട്ടി വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടി നമുക്ക് കെട്ടി വയ്ക്കാം. അങ്ങനെ ഫുൾ ഫ്ലോറിലായിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം. നല്ല സ്റ്റൈലാണ്. ഇത് ഏത് കളർ ജീൻസിൻ്റെ കൂടെ മാച്ച് ആവും. കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ബട്ടണും കൂടെ, ഷോ ബട്ടണും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭംഗിയും കൂടെ ഉണ്ട്. ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. അടുത്ത് വന്നിട്ട് ഒരു ഫ്ലോറൽ ടോപ്പാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓഫ് ഷോൾഡറായിട്ട് വേണം. ഒരു ബോട്ട് നെക്ക് ടൈപ്പാണ് ടോപ്പ് വന്നിട്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നല്ലൊരു വർക്കുണ്ട്. ഇങ്ങനെ ചുരുക്ക് കൊടുത്തിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ഡ്രസ്സിന്. ഇത് വന്നിട്ട് ഒരു പാർട്ടി ടൈപ്പ് ഒരു ടോപ്പാണ്. നമുക്ക് പാർട്ടി വെയർസ്, നൈറ്റ് പാർട്ടി അതിനൊക്കെ ഉപയോഗിക്കാം. കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, സ്കാൽപ്പ് വർക്കുണ്ട്. അടുത്ത് വന്നിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തും ഇതേപോലെ ഇങ്ങനത്തെ ഒരു വർക്കുണ്ട്. ഇത് നെക്ക് നല്ല ഭംഗിയുള്ള നെക്കാണ്. ഇങ്ങനെ ചുരുക്ക് പാറ്റേൺ പോലെ നല്ല ഇതായിട്ടുള്ളൊരു നെക്കാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ വന്നിട്ട് ഞാൻ മാക്സിൽ നിന്നാണ് മേടിച്ചത്. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ജീൻസിൻ്റെ കൂടെ ഒക്കെ മാച്ചാവും. ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ ഇത് മാച്ചാവും. ഇതിൻ്റെ ഈ താഴത്തെ വർക്കാണ് ഇതിൻ്റെ ഒരു ഭംഗി, സ്കാൽപ്പ് വർക്ക്. ഇതിൻ്റെ ബാക്കിലും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പാണ്. നല്ല ഭംഗിയുള്ള ഇങ്ങനെ വർക്ക്, അംബ്രല്ല കട്ട് പോലത്തെ ഇങ്ങനെ താഴെ ഇങ്ങനെ വരും കട്ടിങ്. അപ്പോൾ നല്ല വർക്കാണ്. പിന്നെ അത് കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ബെൽ സ്ലീവ് പോലത്തെ ഒരു കൈയാണ്. അത് നല്ല ലോങ് കൈ. പിന്നെ ഇതിൽ ഫുൾ ബീഡ് വർക്കുണ്ട്. അപ്പം നെക്കിലും ആ നെക്ക് പോർഷനിലും ബോഡിയിലൊക്കെ വന്നിട്ട് ബീഡ് വർക്കുണ്ട്. അതാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വന്നിട്ട് വേറൊരു ഫ്ലോറൽ ടോപ്പാണ്. ഇത് ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കകത്ത് ഒരു യെല്ലോ ഇന്നർ കൊടുത്താൽ മതി. നമുക്ക് ഇത് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റും. ഇതാ ഫ്ലോറൽ പ്രിൻ്റാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നമുക്ക് ഒരു ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ച് ആയിരിക്കും. താഴെയും ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതൊരു സ്ട്രെച്ചബിളാണ്. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് നിന്നോളും. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു കെട്ടൊക്കെ ഉള്ളൊരു ടോപ്പാണ്. നല്ല സ്റ്റൈലിഷാണ്. നമുക്ക് വേണമെങ്കിൽ ബോ മോഡൽ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി വയ്ക്കാം. ഇങ്ങനൊരു കെട്ട് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിടന്നത്. സൈഡിലോട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻറ്ററിലോട്ട് കൊടുക്കാം. ഫുൾ സ്ലീവാണ് വരുന്നത്. ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ്. അടിയിൽ അതിൻ്റെതായ സോഫ്റ്റ് ലൈനിങ് മെറ്റീരിയലും ഉണ്ട്. നമുക്ക് നന്നായിട്ട് പോകും. വന്നിട്ടൊരു ബ്ലാക്ക് ഷർട്ടിൻ്റെ മോഡലാണ്. ഇത് സോഫ്റ്റ് തുണിയാണ്, പക്ഷെ ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. കൈ വന്നിട്ട് ബെൽ സ്ലീവ്സ് ആണ്. ഫുൾ കൈ ആണ്. നല്ല കംഫർട്ടബിളാണ്. നമുക്ക് വേണമെങ്കിൽ അകത്ത് വേണമെങ്കിൽ വേറെ ഒരു സ്ലിപ്പ് ബ്ലാക്ക് പോലെ ഇട്ടിട്ട് ഇത് വെയർ ചെയ്യാം. ഇത് വന്നിട്ട് ഒരു ക്രഷിൻ്റെ ടോപ്പാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പാകമാവില്ല, പക്ഷേ ഇത് ഒരു ക്രഷ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് വളരെ സ്ട്രെച്ചബിളാണ്. അപ്പോൾ നമുക്ക് വലിയവർക്കൊക്കെ ഇത് നല്ല പാകമായിട്ട് നന്നായിട്ട് നമ്മൾ ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്കേർട്സിൻ്റെ കൂടെയൊക്കെ ഇത് മാച്ച് ആവും. സ്കേർട്സിൻ്റെ കൂടെ ആണെങ്കിൽ പ്ലെയിൻ സ്കേർട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഫ്ലോറിലാണല്ലോ. ഇത് തന്നെ ബാക്കിലും സെയിം. ഇത്
വന്നിട്ട് വേറൊരു ബ്ലാക്ക് ആൻഡ് റെഡ് ടോപ്പാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറ്റിൻ പോലത്തെ, സാറ്റിൻ അല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയലാണ്. ഇത് പോൾക്ക ഡോട്ട്സ്. ഇത് തന്നെ ബാക്കിൽ പക്ഷേ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കോളർ വന്നിട്ട് സാറ്റിനാണ് വരുന്നത്. സാറ്റിൻ മെറ്റീരിയലാണ് കോളർ വരുന്നത്. ഇത് വന്നിട്ട് വേറൊരു പാർട്ടി വെയർ ഡ്രസ്സാണ്. വിത്ത് ബീഡ്സ് ആണ്. സ്ലീവ് ആണെങ്കിൽ ഒരു പ്രത്യേകതരം കട്ടിംഗ് ഉള്ളൊരു സ്ലീവാണ്. ഇങ്ങനെ നെക്ക് പോർഷൻ ആണെങ്കിലും അതിലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബീഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വർക്കാണ്. ഇതിനും അതേപോലെ ലൈനിങ് കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നമ്മളിപ്പോൾ പുറത്ത് ഭാഗത്തുകൊണ്ട് അങ്ങനെ പ്രസ്സൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. അലുമാരിയിലുള്ള അതേ രീതിയിലാണ് എടുത്ത് കാണിക്കുന്നത്. ഇതൊരു റെഡ് കളർ ടോപ്പാണ്. മെറ്റീരിയൽ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിലൊരു ചെയിൻ പോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ല ഭംഗിയുടെ ഒരു വർക്കാണ്. നല്ല ഡിസൈനാണ്. അത് നമുക്ക് ഇവിടെ കുറച്ച് ബീഡ്സും കൊടുത്തിട്ടുണ്ട് നെക്കിൽ. നമുക്കിത് 2 ഇത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കെട്ടി വയ്ക്കാൻ പുറകിൽ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതൊരു ചെറിയ ഒരു വൈറ്റ് ടോപ്പാണ്. ഇതൊരു ക്രഷിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ഡീറ്റെയിലിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. താഴെയും ഇതിൻ്റെ സ്ലീവ്സിലും ഇങ്ങനൊരു നല്ലൊരു വർക്കുണ്ട്. സ്കാൽപ്പ് വർക്ക് പോലത്തെ ഒരു കട്ടിംഗ് ഉണ്ട്. നെക്കിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇത് ക്രഷ് ആയതുകൊണ്ട് സ്ട്രെച്ചബിളാണ്. ഇത് വന്നിട്ട് സ്ലീവ്ലെസ് ടൈപ്പിലുള്ളൊരു ബ്ലാക്ക് ടോപ്പാണ്. ഇത് നമുക്ക് ടോപ്പായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാരീസിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും കൂടെ മാച്ച് ആവുമല്ലോ. ഇതിൻ്റെ ഷോ ബട്ടണാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ്. നമുക്ക് പ്രിൻ്റഡ് സാരീസൊക്കെ, ഫ്ലോറൽ സാരീസൊക്കെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു വൈറ്റ് ടോപ്പാണ്. ഇതിന് നല്ല വർക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ത്രെഡ് വർക്കിൻ്റെ നല്ല ഡീറ്റെയിലിംഗ് ആണ്. അത് ഫുള്ളായിട്ട് ടോപ്പിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിലിങ്ങനെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് ഷോ ബട്ടണും ഉണ്ട്. നെക്കിലും അതേപോലെ തന്നെ ഫുൾ നെക്കിൽ ആ ഒരു പ്രത്യേകതരം ഒരു വർക്കുണ്ട്. കയ്യിലും അത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ബാക്കിൽ താഴെ മാത്രമായിട്ടാണ് വരുന്നത്. സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടുണ്ട്. നമുക്ക് സ്കേർട്സിൻ്റെ കൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയും പറ്റും. ഇത് ഓലെ ബ്രാൻഡിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. നല്ല ത്രെഡ് വർക്കും ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഇതിലൊരു ഷോ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാത്തിനും കൂടെ മാച്ചാവും. ഇത് ഞാൻ മേടിച്ചത് എറണാകുളം ഷീമാട്ടിന്നാണ്. നെക്ക് വന്നിട്ട് സാറ്റിനാണ്. അത് തന്നെ ഇവിടെ ഇങ്ങനെ നടുക്കും വരുന്നുണ്ട്. കൈയുടെ സ്ലീവ്സിൻ്റെ അറ്റത്തും വരുന്നുണ്ട്. ഇതൊരു ഓഫ് വൈറ്റ് ആയിട്ടാണ് ഈ ടോപ്പ് വരുന്നത്. ഇത് നല്ലൊരു വർക്ക് കൊണ്ടിട്ട് ഇങ്ങനെ ചുരുക്കിൻ്റെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രിൻറ്റ് ആണ് ഇതിൽ വരുന്നത്. സ്ലീവ്സിലും നെക്ക് പോർഷനിലും വരുന്നുണ്ട്. സ്ലീവ്സിലും ചെസ്റ്റ് പോർഷനിലും വരുന്നുണ്ട്. ഒരു പെട്ടെന്നൊരു ബോ പോലത്തെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. നമുക്ക് ടൈറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇടാം. വളരെ സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയലാണ്. ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സെയിം പ്രിൻ്റ് തന്നെ വരുന്നു, വൺ സൈഡ് ആയിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു ബ്യൂട്ടി ഇതിനകത്ത് നമുക്ക് കാണാം. ഇത് വന്നിട്ട് ഒരു നീ ലെങ്ത് വരുന്നൊരു ഫ്രോക്ക് ടൈപ്പ് പോലത്തെയാണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇത് വന്നിട്ട്. അടിയിൽ ഇതിന് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്ലിപ്പ് പോലത്തെ. ഇതിൻ്റെ നെക്കിലാണ് മെയിൻ വർക്ക് വന്നിട്ടിരിക്കുന്നത്. കട്ട് വർക്കാണ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ബാക്കിലും ഫ്രണ്ടിലും ഈ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഞാൻ മേടിച്ചത് മാക്സിനാണ്. ബാക്കിലൊരു കെട്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് വന്നിട്ട് ഒരു
ഇതൊരു പാർട്ടി വെയർ ടോപ്പാണ്. 6 ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഗോൾഡൻ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. കൈ വന്നിട്ട് സ്ലീവ്ലെസ് ആണ്. നിങ്ങൾക്കിത് ജീൻസിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ സ്കേർട്സിൻ്റെ കൂടെയോ ഒക്കെ മാച്ച് ആവും. ഇത് വന്നിട്ട് ഒരു വൈറ്റ് ടോപ്പിൽ ബ്ലാക്ക് പോൾക്ക ഡോട്ട്സ് ആണ്. കൈ ബെൽ സ്ലീവ്സ് ആണ്. നല്ല ഇതായിട്ട് ഇങ്ങനെ കിടക്കും. ഒരു കഴുത്തിൽ വന്നിട്ട് ഒരു നോട്ടുണ്ട്. നമുക്ക് സൈഡ് വേസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും ഇടാം. വീനക്കാണ് വരുന്നത്. ഇത് വന്നിട്ട് വേറൊരു വൈറ്റ് ടോപ്പാണ്. ഇതൊരു പാർട്ടി വെയർ ടൈപ്പ്, ഇങ്ങനെ ലേസ് വർക്കൊക്കെ ഉള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ വർക്കാണ് നല്ലത്. ഒരു കട്ട് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ, അംബ്രല്ല കട്ട് പോലത്തെ. ടോപ്പിൽ ഒരു ക്രഷ് മെറ്റീരിയൽ, ക്രഷിൻ്റെ ഒരു പാറ്റേൺ ആണ്. ചുരുക്കായിട്ട് വന്നിട്ട്. പക്ഷെ നെക്ക് നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും ഇടാം. വന്നിട്ട് വീണ്ടും ഓഫ് വൈറ്റും ആഷും കൂടെ ഉള്ളൊരു ടോപ്പാണ്. താഴെ വന്നിട്ട് നല്ല ലേസിന് നല്ല വർക്കുണ്ട്. നല്ല ഷോ ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സാറ്റിൻ മെറ്റീരിയലാണ് ഇതിൻ്റെ കൈ നടുക്ക് വരുന്നത്. കോളറും അത് തന്നെ, അതേ ഷോ ബട്ടൺ തന്നെ നെക്കിലും കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. സ്ലീവ്സിലും ഈ ലേസ് വരുന്നുണ്ട്. ഇത് വന്നിട്ടൊരു ബ്ലൂ ടോപ്പാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. ഇതിങ്ങനെ ഒരു 2 കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു സ്ലിപ്പിൻ്റെ ഒരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ടീഷർട്ട് ഇന്നറായിട്ട് ഉപയോഗിച്ചാലും ഒരു ഭംഗിയുണ്ടാവും. വന്നിട്ടൊരു മെറൂൺ ടോപ്പാണ്. വീണ്ടും ഒരു ഫ്ലോറൽ വർക്കാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു യെല്ലോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ലിപ്പ് ഇടാം. ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ തന്നെ സെയിം തന്നെ ബാക്കിലും വരുന്നത്. പക്ഷേ വർക്കിനാണ് ഒരു ഭംഗിയുള്ളത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പാണ്. ഇത് പോൾക്ക ഡോട്ട്സ്. ഇത് കൈയുടെ ഒരു വർക്ക്, ഒരു ബെൽ സ്ലീവ് മോഡൽ കൈയാണ്. നല്ല ഭംഗിയുള്ള ഒരു കൈയാണ്. പിന്നെ ഇതിൽ നെക്ക് പോർഷനിൽ ഒരു നല്ലൊരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് മെറ്റീരിയലാണ്. ഇത് ലെപ്പേർഡ് പ്രിൻ്റാണ് വരുന്നത്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് വളരെ നല്ലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ടേർട്ടിൽ നെക്കാണ്. ആണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു കാക്കി കളർ ടോപ്പാണ്. ഒലേ ബ്രാൻഡിൻ്റെ തന്നെ ടോപ്പാണ്. നല്ല ബട്ടൺസൊക്കെ ഉണ്ട്. നല്ല 2 പോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ടോപ്പാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. നാടയുണ്ട് ഇതിൻ്റെ കൂടെ കുറേ സൈഡിൽ കെട്ടാനായിട്ട്. ഇത് വന്നിട്ട് സീമാട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് ബ്ലൂവിൻ്റെ നല്ലൊരു വർക്കുള്ളൊരു ടോപ്പാണ്. താഴെ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കും. നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല കംഫർട്ടാണിത്. വളരെ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളാണ്. കൈക്കും അങ്ങനെ തന്നെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം തന്നെ. ചിലതൊക്കെ ദുബായ് മാക്സിമാണ്, ചിലതൊക്കെ ഇവിടുത്തെ മാക്സിമാണ്. ഇതൊരു ഫ്ലോറൽ ടോപ്പാണ്. ഫാബാലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രിൽ വർക്കാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഫുൾ സ്ലീവാണ്.
ബാക്കിലും ഇത് തന്നെ സെയിം പ്രിൻ്റാണ്. ഇതൊരു റെഡ് ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് ടോപ്പാണ്. സ്ട്രെച്ചബിളാണ്. റെഡിയാ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. വളരെ സ്ട്രെച്ചബിളായിട്ട് ബാക്കിലും സെയിം തന്നെയാണ് വരുന്നത്. വളരെ കംഫർട്ടബിളാണ്. വളരെ ലൂസായിട്ട് ഉള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ കൂടെ വൈറ്റ് സ്കേർട്ടൊക്കെ ഇടണമെങ്കിൽ നന്നായിരിക്കും. ഇതൊരു ബ്ലാക്ക് ആൻഡ് പോൾക്ക ഡോട്ട്സിൻ്റെയാണ് ടോപ്പ്. വളരെ കാഷ്വലായിട്ട് ഇടാൻ പറ്റും. വൈറ്റിന് കൂടെ ചെറിയ ചെറിയ റെഡ് സ്പോട്ട്സ് ഇങ്ങനെ ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഭംഗി. നല്ലൊരു വൈറ്റ് ടോപ്പാണ്. നല്ലൊരു പ്രിൻ്റ് ഉണ്ട് ഇതിനകത്ത്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അത് ഫുൾ നെക്ക് തൊട്ട് താഴെ വരെ വരുന്നുണ്ട്. ഇത് ടോപ്പ് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. അകത്ത് വേറൊരു സ്ലിപ്പ് ഇടേണ്ടി വരും. നെക്ക് നല്ല ഒരു നെക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത്തെ വർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതൊരു സ്ലീവ്ലെസ് സ്ട്രാപ്പുള്ളൊരു ടോപ്പാണ്. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം. നല്ല പിന്നെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് 3 ടൈപ്പ്. അടിയിൽ അതിൻ്റെ തന്നെ സ്ലിപ്സ് വരുന്നുണ്ട്. ബാക്കിലും സെയിം ഇത് തന്നെയാണ്. ഇതേഗെയിൻ ഒരു ക്രഷ് മെറ്റീരിയലാണ്. താഴെ ഇങ്ങനെ സ്കാൽപ്പിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. നല്ലൊരു നെക്കാണ്. അതിനകത്ത് നല്ലൊരു വർക്കാണ്. നാടയുണ്ട് വെട്ടാൻ. കയ്യിൽ ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്ക്. ക്രഷായിട്ട് നല്ല സ്ട്രെച്ചബിളാണ്. ഇതൊരു ഷർട്ട് ടൈപ്പ് ടോപ്പാണ്. ഓറഞ്ച് ആൻഡ് മെജന്തയാണ് ഇതിൽ വരുന്ന കളേഴ്സ്. ഇങ്ങനെ ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. നല്ല ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഫുൾ സ്ലീവാണ്. നല്ല കോമ്പിനേഷനാണ്. ഇതൊരു ബ്ലാക്ക് ടോപ്പാണ്. ഷർട്ട് ടൈപ്പാണ്. ഇതുണ്ട്. ഒരു നാടയും കൊടുത്തിട്ടുണ്ട് ഇടാനായിട്ട്. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം. നല്ലൊരു ഷർട്ട് മോഡൽ ടോപ്പാണ്. തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള നല്ലൊരു ത്രെഡിൻ്റെ ഒരു നല്ലൊരു വർക്കുണ്ട്. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്നൊരു നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ സ്ലീവാണ് വിത്ത് പോക്കറ്റ്സ്. നമുക്ക് ഷ്രഗായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇങ്ങനെ അകത്തൊരു ടീഷർട്ട് ഇട്ടിട്ട് ആ രീതിയിൽ ഉപയോഗിക്കാം. ഇത് വന്നിട്ട് മാംഗോ ബ്രാൻഡാണ്. ഇതൊരു പ്രത്യേക തരം ഒരു ബ്ലൂ കളറാണ്. സാറ്റിൻ മെറ്റീരിയലാണ്. നല്ല ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രെച്ചബിൾ ഒരു ത്രെഡ് വർക്ക് ഇവിടെ നടുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് 3/4 സ്ലീവ് വരും. നല്ലൊരു കളറാണ്. ഇത് നല്ലൊരു ഷർട്ടാണ്. ബ്ലാക്ക് ആൻഡ് സിൽവർ വർക്കാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഈ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. വന്നിട്ടൊരു പ്രത്യേക വർക്കാണ്. ഫുൾ സ്ലീവാണ്. ഓലെ ബ്രാൻഡാണ് ഇത്. ക്രഷ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ഒരു നല്ലൊരു ഷർട്ടാണ്. പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ സ്ട്രൈപ്സ് പോണത്. ഒരു വി ഷേപ്പ് രീതിയിലാണ് പോണത്. നല്ല ഡിസൈനാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇത് ഓഫ് വൈറ്റിലുള്ളൊരു കഫ്താനാണ്. ഇങ്ങനെ ത്രെഡ് വർക്കാണ് ഇതിൽ വരുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ത്രെഡ് വർക്ക് വരും. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാം. വേണമെങ്കിൽ നമുക്ക് നടുക്കൊരു
ബെൽറ്റ് വെച്ച് കെട്ടാം, കുറച്ചും കൂടെ ഇതായിട്ട് കിടക്കും. ഇതിൻ്റെ ഈ വർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് ഫ്രീ ആയിട്ട് കിടക്കും, ഇത് ലൂസുമാണ്. ബെൽറ്റിനായിട്ട് ചെറിയൊരു ഹോളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ബെൽറ്റ് കെട്ടാം. ഇതൊരു ഷർട്ടാണ്, ഫ്ലോറൽ പ്രിൻ്റാണ്, ഫുൾ സ്ലീവാണ്. കാഷ്വലായിട്ട് നമുക്ക് ഇടാനായിട്ട് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം, സ്കേർട്സിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം. ഫുൾ പ്രിൻ്റ് സെയിമാണ്. ഒരു ലൈറ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതൊരു ഡൈമിൻ്റെ ഒരു നീ ലെങ്ത് പീസാണ്. നന്നായിട്ട് ലെങ്ത് ആവും. വൈറ്റിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. അതിലൊരു ബെൽറ്റും അതേപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ബെൽറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. നല്ല രീതിയിൽ കെട്ടി വയ്ക്കാം. ഇതൊരു ബീച്ച് കളർ ടോപ്പാണ്. ഇത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് നല്ലതാണ്. വളരെ ലൈറ്റ് മെറ്റീരിയലാണ്. നെക്കിൽ നല്ലൊരു ഗ്ലിറ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതൊരു റെഡ് ടോപ്പാണ്. നല്ല ബട്ടൺസ് ഉണ്ട്, ഷോ ബട്ടൺസ്. കട്ട് വർക്കാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബ്യൂട്ടി. ഇത് സ്ലീവ്സിലും വരുന്നുണ്ട് ആ കട്ട് വർക്ക്, നെക്ക് പോർഷനിലും ആ കട്ട് വർക്കുണ്ട്. സ്കേർട്ടിൻ്റെ കൂടെ ഇടാം. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അകത്ത് വന്നിട്ട് ഇങ്ങനെ ഇതിനോട് കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇങ്ങനൊരു വർക്ക്. അകത്തൊരു പ്രിൻറ്റഡ് ടോപ്പ്. ഫുൾ സ്ലീവാണ്. കയ്യിൽ വന്നിട്ട് ഒരു ബട്ടൺസ് വരുന്നുണ്ട്. നല്ലൊരു ബ്ലൂ ടോപ്പാണ്. നല്ല വർക്കുണ്ട് നെക്കിൽ, നല്ല ത്രെഡ് വർക്കും ചെറിയ ചെറിയ ബീഡ്സും ഉണ്ട്. ഫുൾ സ്ലീവാണ്. ജീൻസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. നല്ലൊരു ടോപ്പാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ. ഇങ്ങനെ ഫ്രിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെക്ക് പോർഷൻ തൊട്ട് താഴെ വരെ ഫ്രിൽസ്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. വീനൊക്കെ ആയതുകൊണ്ട് നല്ല ഹൈലൈറ്റാണ്. നല്ലൊരു വൈറ്റ് ടോപ്പാണ്. നല്ല ലേസിൻ്റെയൊക്കെ വർക്കുണ്ട്. ഇവിടെ സീക്വൻസിൻ്റെയും ബീഡ്സിൻ്റെയും വർക്കുണ്ട്. ഒരു സ്ലീവ്ലെസ് ടോപ്പാണ്. സ്കേർട്സിൻ്റെ കൂടെയൊക്കെ നന്നാണ്. ഇതൊരു മെഷ് ടോപ്പാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്കിതിനകത്ത് വേറെ എന്തെങ്കിലും വൺ പീസ് ഡ്രസ്സൊക്കെ ഇടാം. നല്ലൊരു എഴുത്തും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഷ്രഗ് കാണും. വന്നിട്ട് ഇൻഡിഗോ പ്രിൻ്റാണ്. ഇൻഡിഗോയും വൈറ്റും കൂടെ വന്നിട്ട് നല്ലൊരു ത്രെഡിൻ്റെ നല്ലൊരു വർക്കുണ്ട് ഇതിനകത്ത്. അത് ഫുൾ ഇങ്ങനെ വരികയാണ്, നെക്കിൽ നിന്ന് താഴെ വരെയാണ്. ബാക്കിൽ വന്നിട്ടും ഇത് ഫുള്ളായിട്ട് ഈ പ്രിൻ്റാണ്. ഈ പ്രിൻ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഈ കളർ കോമ്പിനേഷൻ ഇത് നമുക്ക് സ്കേർട്സിൻ്റെ കൂടെ ഇടാം, ജീൻസിൻ്റെ കൂടെ ഇടാം. അകത്തൊരു വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതൊരു നീ ലെങ്ത് വരെയുള്ള വേറൊരു ഷർട്ടാണ്. സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിംഗ് ഉണ്ട്. സ്റ്റാർ ഡിസൈനാണ്. ഫുൾ സ്ലീവിലാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്കിലും ഇത് ഫുൾ സെയിം പ്രിൻ്റാണ്.
ഇതിൻ്റെ കൂടെ വൈറ്റ് നല്ല മാച്ചാവും. വൈറ്റ് ഇന്നർ കൊടുത്താൽ നന്നായിട്ട്. നല്ല വൈറ്റ് ക്രോഷ്യേൻ്റെ ഒരു ഷ്രഗാണ്. ഇതിൻ്റെ കട്ട് വർക്കാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഈ വർക്കാണ് വരുന്നത്. നമുക്ക് സാരീസിൻ്റെ കൂടെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ മാച്ചാവും. ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ഷ്രഗാണ്. പിന്നെ കട്ടിങ് ഉണ്ട്. നീ ലെങ്ത്ത് വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ്. 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. നമുക്ക് എന്തെങ്കിലും ഇടാനൊക്കെ അതിന് ഇട്ട് വയ്ക്കല്ലോ, മൊബൈലോ എന്തെങ്കിലും അത്യാവശ്യമുള്ളത്. നെക്ക് വന്നിട്ട് വി നെക്കാണ്. 3/4 സ്ലീവാണ് വരുന്നത്. ബാക്കിൽ ഇത് ഫുൾ പ്രിൻ്റ് സെയിം ആണ്. ബ്ലാക്ക് ഷ്രഗാണ്. ഇതെല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് മാച്ചാവും. അടുക്ക് ഇങ്ങനൊരു ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് സിൽവറിൽ. ഇത് നമുക്ക് കെട്ടി വയ്ക്കുകയും ചെയ്യാം. ബ്ലാക്ക് ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ മാച്ചാവും. ഇതൊരു പ്ലെയിൻ ഗ്രേ ഷ്രഗാണ്. ഇതും എല്ലാത്തിൻ്റെയും കൂടെ മാച്ചാവും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര പ്രിൻറ്റിലുള്ള ഒരു ഷ്രഗാണ്. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. നമുക്ക് മൊബൈലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇതിടുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. ഇത് ബ്ലൂവിൽ വന്നിട്ട് വൈറ്റ് സ്മോൾ പോൾക്ക ഡോട്ട്സ് ആണ്. ഇതിലും ഇതേപോലെ ഒരു പോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. ജീൻസിൻ്റെ കൂടെയൊക്കെ അത് നല്ല മാച്ചായിരിക്കും. വൈറ്റ് ടീഷർട്ട്സ് അങ്ങനത്തെയൊക്കെ. നല്ലൊരു സോഫ്റ്റ് പിങ്കിൻ്റെ ഒരു കളറാണ്. നല്ലൊരു ഇങ്ങനെയൊക്കെ സ്ട്രാപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഫുൾ സ്ലീവ്സ് ആണ്. ഇതൊരു ഷിമ്മറി മെറ്റീരിയലാണ്. ഇതൊരു വൂളിൻ്റെ ഒരു ഷ്രഗാണ്. നമുക്ക് തണുപ്പത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. അകത്തും ഷിമ്മർ മെറ്റീരിയലാണ്. ഒരു പാർട്ടി വെയർ ടൈപ്പ് ഗൗൺസിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കും. കയ്യിൻ്റെ അറ്റത്ത് വന്നിട്ട് ഷിമ്മർ വർക്കുണ്ട്. ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ പ്ലെയിനാണ് ഷിമ്മർ വർക്കിൻ്റെ. ഇത് വേറൊരു ക്രോഷ്യോൻ്റെ ഷ്രഗാണ്. ഫുൾ ക്രോഷ്യ വർക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഫുള്ള വർക്കാണ്. നമുക്കിങ്ങനെ ഒരു അകത്ത് തന്നെ സ്ലീവ്ലെസ് ഇട്ടാലും ഇത് അതിൻ്റെ കൂടെ ഇടാം. ഇതാണ് അതിൻ്റെ വർക്ക്. ഇതൊരു ക്രോഷ്യോൻ്റെ ഷ്രഗ് തന്നെയാണ്. 2 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഫുൾ കട്ട് വർക്കാണ്. നെക്ക് ഒരു വി നെക്കാണ്. ഇതൊരു ഗ്രേ ടോപ്പാണ്. ഫുൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു വൂളൻ മെറ്റീരിയലാണ്. നെക്ക് വന്നിട്ട് വി നെക്കാണ്. സൈഡ് അറ്റത്തും ഇതേ വർക്കാണ്. കുറച്ച് ടീഷർട്ട്സ് ആണ് കാണിക്കുന്നത്. ഇങ്ങനൊരു പാർട്ടി വെയർ ടൈപ്പുള്ള ഒരു ടീഷർട്ടാണ്. ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയും സ്കേർട്സിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്ക്.
പിങ്ക് കളറിലൊരു ടീഷർട്ടാണ്. സിമ്പിളാണ്, എന്നാലും അതിൻ്റെ ഒരു എഴുത്തൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടി ഉണ്ട്. ഇതൊരു റെഡ് ടീഷർട്ടാണ്. സിമ്പിൾ പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ടീഷർട്ട്. കാഷ്വലായിട്ട് ജീൻസിൻ്റെ കൂടെയോ ടീഷർട്ട്സിൻ്റെ കൂടെ ഇടാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്, നല്ല പ്രിൻ്റൊക്കെ ഉണ്ട്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്ഡ് ടീഷർട്ടാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെക്കാണ്. ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചാണ്. ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ബ്ലാക്ക് ടീഷർട്ടാണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ടോം ആൻഡ് ജെറിയുടെ പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ ബ്ലാക്ക് ടീഷർട്ടാണ്. ചെറിയൊരു റൈറ്റിംഗ് ഉണ്ട്. ഇതൊരു ഫോർമൽ ഷർട്ടാണ് വിത്ത് ബെൽറ്റ്. പിങ്ക് സ്ട്രൈപ്സ് ആണ് വരുന്നത്. ഇട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. വേറൊരു ഫോർമൽ ഷർട്ടാണ്. ഇത് സ്കൈ ബ്ലൂ ആണ്. ഇതിന് വേണം സ്ട്രൈപ്സ്. ഇത് വിത്ത് ബെൽറ്റാണ്. ഇതൊരു വൂളൻ ജാക്കറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് മെറ്റീരിയൽ. തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കാം. ടോട്ടൽ നെക്കാണ്. ഫുൾ സിപ്പാണ്. നമുക്ക് ഊരാം താഴെ വരെ. ഇടുകയും ചെയ്യും. തണുപ്പത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് കംഫർട്ടബിളാണ്. നല്ല സോഫ്റ്റാണ്. ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വെസ്റ്റേൺ വെയർ കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കമൻറ്റിൽ കൂടെ അറിയിക്കണേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ബാക്കി ഡ്രസ് കളക്ഷൻസുമായിട്ട് വരാം. താങ്ക് യു.